അതിനാൽ എങ്ങനെ ഉറങ്ങുന്നുവോ അങ്ങനെയായിരിക്കും മരിക്കുക എന്നാണ്. ഒരാൾ എങ്ങനെയാണോ ഉറങ്ങുന്നത്, കാരണം നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ചെയ്യുന്നത് ഉറക്കാണ്. എങ്ങനെയാണോ ഉറങ്ങുന്നത് അങ്ങനെ മരിക്കും. അതിനാൽ നല്ല മരണം ഉദ്ദേശിക്കുന്ന ആളുകൾ ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം ഉറക്കം ക്ലിയർ ആക്കണം. എങ്ങനെ ഉറക്കം ക്ലിയർ ആക്കുക? അതേ കാര്യമൊന്നും ചെയ്യണ്ട. നന്നായിട്ട് കയ്യും കാലും ഒക്കെ തേച്ചേകി മുഖമൊക്കെ നല്ലോണം സോപ്പിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് ഒരു ഒതുണ്ടാക്കുക. മുഖം കഴുകുക, കൈ കഴുകുക, കാല് കഴുകുക, മുഖവും കയ്യും കാലും സോപ്പിട്ട് കഴുകുക, എന്നിട്ടൊരു ഒതുണ്ടാക്കുക. എന്നിട്ട് കിടക്കാൻ വേണ്ടിയിട്ട് കട്ടിലിന്മേൽ ചെന്ന് വിരിപ്പ് നന്നായി വിരിച്ചിട്ട് അതിലിരിക്കുക. മടങ്ങിയ വിരിപ്പിൽ ഉറങ്ങരുത്. അത് പ്രായം കൂടി വരുന്നതിനനുസരിച്ച് ശരീരവേദന ഉണ്ടാവാൻ കാരണമാവും. അതുകൊണ്ട് ചെറുപ്പം മുതൽ തന്നെ വിരിപ്പ് നിവർത്തിയിട്ട് ഉറങ്ങുന്ന ശീലം കൊണ്ടുവരണം. നന്നായി നിവർത്തി വിരിക്കുക. എന്നിട്ട് ആ വിരിപ്പിൽ ഇരിക്കുക. എന്നിട്ടൊരു ഫാത്തിഹ ഓതുക. ഒരു ഖുൽ ഹുവല്ലാഹു അഹദ്, ഒരു ഖുൽ അഊദു ബിറബ്ബിൽ ഫലക്, ഒരു ഖുൽ അഊദു ബിറബ്ബിൻ നാസ് ഓതിയിട്ട് കൈ ഇങ്ങനെ പിടിച്ചിട്ട് അതിലേക്ക് ഊതിയിട്ട് തല മുതൽ കാല് വരെ മൊത്തത്തിലൊന്ന് തടവുക. ഒന്നും കൂടിയും ഖുൽ ഹുവല്ലാഹു അഹദ്, ഖുൽ അഊദു ബിറബ്ബിൽ ഫലക്, ഖുൽ അഊദു ബിറബ്ബിൻ നാസ് ഊതുക, തടവുക. ഒന്നും കൂടിയും ഖുൽ ഹുവല്ലാഹു അഹദ്, ഖുൽ അഊദു ബിറബ്ബിൽ ഫലക്, ഖുൽ അഊദു ബിറബ്ബിൻ നാസ് ഊതിയിട്ട് തല മുതൽ കാല് വരെ തടവുക. ഒരായത്തുൽ കുർസി ഓതുക. 33 സുബ്ഹാനല്ലാഹും 33 അൽഹംദുലില്ലയും 34 അല്ലാഹു അക്ബറും ചെയ്യാം. ഞാൻ പറയുമ്പോൾ കുറെ നേരം ഉണ്ടെന്നുള്ളൂ. എപ്പോഴും ചെയ്യാൻ 5 മിനിറ്റാണ് വേണ്ടത്. സംഗതി പറയുമ്പോഴുള്ള നേരാണ് ഇത് ഇല്ല. എന്നിട്ട് ബിസ്മി ചൊല്ലിയിട്ട് കിടക്കുക. ബിസ്മിക റബ്ബി വലാതു ജംബി എന്നുള്ള ദിക്ർ അറിയുന്നവർ അത് ചെല്ലുക, അല്ലെങ്കിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ചൊല്ലിയിട്ട് കിടക്കുക. എന്നിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് വർത്താനം പറയാതെയും ഫോണുമ്മ കളിക്കാതെയും ഉറങ്ങുക. കിടന്നിട്ട് പിന്നെ ഫോണുമ്മ കളിച്ചത് വർത്താനം പറയരുത്. വർത്താനം പറയേണ്ടി വന്നു എന്ന് വിചാരിക്കുക. നമ്മൾ കടന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയതിന് ശേഷം ഫോണ് ബെല്ലടിച്ചു, കിർണീം കിർണീം കിർണീം, എഴുന്നേൽക്കുക. എന്നിട്ട് ഫോൺ എടുത്തു നോക്കുക. ആരാ? പൈസ കൊടുക്കാനുള്ള ആളാ. നാളെ രാവിലെ കാണട്ടോ. അവർക്കുള്ള ആളല്ലേ അത് പറയാം. എന്നിട്ട് ഫോൺ അവിടെ വെച്ചിട്ട് ബിസ്മി വരെ ഉള്ളതൊന്നും ഇനി ചെല്ലണ്ട. ബിസ്മി ആദിക്കെന്ന് ചൊല്ലിയിട്ട് കിടക്കുക. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞിട്ട് വർത്താനം പറയാതെയും ഫോണുമ്മ കളിക്കാതെയും ഉറങ്ങുക. ഇനി വേണ്ടി വന്നാലോ അപ്പണ്ട് ഒരു മെസ്സേജ് ഡം ഡം ഡിഗാ ഡിഗാ നോക്കുമ്പോ മെസ്സേജ് വന്നതാണ്. ആരും അയച്ച ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ സ്റ്റിക്കർ അടിച്ചു വിടുക. സ്റ്റിക്കർ മാത്രം പോരാ, സ്റ്റിക്കർ പറഞ്ഞു എന്നതിന്റെ തെളിവ് മാത്രമേ ആവുള്ളൂ. പറച്ചിൽ ഇന്നാ ലില്ലാഹി വേറെ പറയണം, അത് അടിച്ചുവിട്ട്. എന്നിട്ട് ബിസ്മി ആദിക്കെന്ന് ആവർത്തിച്ചിട്ട് കിടക്കുക. ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയിട്ട് ഫോണിൽ കളിക്കാതെയും വർത്താനം പറയാതെയും ഉറങ്ങുക. ഉറങ്ങുന്നവന്റെ ദിക്ർ ഉറക്കത്തിലല്ല മുറിയുന്നത്, ഉണർച്ചയിലാണെന്നാണ്. ഉറങ്ങുന്നവന്റെ വുളൂഅ് ഉറക്കത്തിൽ അല്ല മുറിയുന്നത്, ഉണർച്ചയിലാണ്. ഒരാൾ വുളൂഅോടുകൂടെ ഉറങ്ങി, ആ വുളൂഅ് എപ്പോഴാണ് മുറിയുക? ഉണരുമ്പോഴാണ് മുറിയുന്നത്, ഉറക്കത്തിലല്ല. ഉറക്കത്തിലൊന്നും മുറിയില്ല, എന്തുണ്ടായാലും മുറിയില്ല. നമ്മളിപ്പോ മയ്യത്തിന് ഒതുണ്ടാക്കി കൊടുത്തിട്ട് പിന്നെ മയ്യത്തിൽ നിന്ന് മൂത്രം വന്നു, നജസ്സുകൾ വന്നു, അല്ലെങ്കിൽ കീഴ്വായു വന്നു, പിന്നെ രണ്ടാമത് ഒതുണ്ടാക്കണ്ടല്ലോ. എന്താ കാരണം? മയ്യത്തിന്റെ ഒതു മുറിയില്ല. എന്താ മുറിയാതിരിക്കാൻ കാരണം? മയ്യത്ത് ഉണരുന്നില്ല, ഉണർച്ചയിലാണ് മുറിയുന്നത്. അപ്പോൾ ഉറങ്ങുമ്പോൾ ഒതു ചെയ്താൽ അവൻ ഉറക്കത്തിൽ മുഴുവനും ഒതുവിലാണ്. ഉണരുമ്പോൾ ഒതു മുറിയും, വീണ്ടും ഒതു ചെയ്യണം. ഇതുപോലെ ഉറങ്ങുന്നവന്റെ ദിക്ർ ഉറക്കത്തിലല്ല മുറിയുന്നത്, ഉണർച്ചയിലാണ്. അതുകൊണ്ട് ഉണരുമ്പോൾ ആയിക്കൊന്ന് ചെല്ലേണ്ടി വരുന്നേ ഉള്ളൂ. ഇങ്ങനെ രാവിലെ എഴുന്നേറ്റ ഉടനെ വിരിപ്പ് പഴയതുപോലെ വിരിക്കുക. കടക്കാൻ വേണ്ടി വിരിച്ചതുപോലെ വിരിക്കുക. പുതപ്പ് മടക്കിയിട്ട് ഒന്നുകിൽ തലയുടെ ഭാഗത്തോ അല്ലെങ്കിൽ കാലിന്റെ ഭാഗത്തോ വെച്ച് ബ്രഷ് ചെയ്യാനും മൂത്രയിക്കാനൊക്കെ വേണ്ടി ബാത്റൂമിലേക്ക് പോകാം. ഇങ്ങനെ ഒരു ക്രമം ജീവിതത്തിൽ കൊണ്ടുവന്നാലേ ജീവിതത്തിൽ മൊത്തം ക്രമം ഉണ്ടാവും. ഈ ക്രമം മരിക്കുമ്പോൾ ഉണ്ടാവും. ഒരാൾ എങ്ങനെയുള്ള വസ്ത്രത്തിലാണോ ഉറങ്ങുന്നത് അങ്ങനെയുള്ള വസ്ത്രത്തിൽ മരിക്കുമെന്നാണ്.
മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഉറങ്ങുമ്പോൾ ധരിക്കാൻ വേണ്ടി ഒരു നല്ല കൂട്ട് വസ്ത്രമുണ്ടായിരുന്നു എന്നാണ്. എന്താ കാരണം? കള്ളിത്തുണി മതി, പക്ഷെ കീറിയത് എടുക്കരുത്, നല്ല കള്ളിത്തുണി എടുക്കണം. ഉറങ്ങുമ്പോൾ ധരിക്കുന്ന വസ്ത്രം ഏതാണോ അത് അങ്ങനത്തെ വസ്ത്രമായിരിക്കും മരിക്കുമ്പോൾ അവനുണ്ടായിരിക്കുക. അപ്പൊ അതുകൊണ്ട് ഉറക്കവും മരണവും തമ്മിൽ വലിയ ബന്ധമുണ്ട്. ഉറക്കം ചെറിയ മരണമാണ്, മരണം വലിയ മരണമാണ്. ചെറിയ മരണവും വലിയ മരണവും തമ്മിലുള്ള വ്യത്യാസം കാലുകൾ കൂട്ടി വിരസും എന്നതാണ്. അപ്പൊ അതുകൊണ്ട് ഉറക്കം നല്ലോണം സൂക്ഷിക്കുക. എങ്ങനെയാണ് ഉറങ്ങുന്നത് അങ്ങനെ മരിക്കാം. രണ്ടാമത് മരണം ക്ലിയർ ആവാൻ വേണ്ടത് എല്ലാ സമയത്തും പരമാവധി ഒളു ഉണ്ടായിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഏത് കാര്യം ചെയ്യുമ്പോൾ ഒളുവോടുകൂടെ ചെയ്യാം. ഓട്ടോറിക്ഷ ഡ്രൈവറാണ്, രാവിലെ ഓട്ടോറിക്ഷ എടുത്ത് കണ്ടാണ്ട് ഇറങ്ങുമ്പോൾ ഒരു ഒതുണ്ടാക്കിയാണ് പോവുക. വയലുവരേണ മൂലയാണ്, വയലുവരയാൻ പോകുമ്പോൾ ഒരു ഒതുണ്ടാക്കിയാണ് പോവുക. കച്ചവടക്കാരനാണ് അഡ്വൈസ്, തുറക്കാൻ പോകുമ്പോൾ ഒരു ഒതുണ്ടാക്കിയാണ് പോവുക. കല്യാണശേഷത്തിന് പോവുകയാണ് ഒരു ഒതുണ്ടാക്കിയാണ് പോവുക. ദർശെടുക്കാൻ പോവുകയാണ് ഒരു ഒതുണ്ടാക്കിയാണ് പോവുക. എല്ലാ കാര്യങ്ങളും ഒതുകൂട് കൈക്കോട്ട് ഇറക്കാൻ വേണ്ടി പാടത്ത് പോവുകയാണ്, ഒതുണ്ടാക്കിയാണ് പോവുക. ഇങ്ങനെ എല്ലാ വിഷയങ്ങളും ഒതുണ്ടാക്കി ചെയ്യുന്ന ഒരു രീതി നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവന്നാൽ അവൻ ഒതുവോടുകൂടെ മരിക്കും എന്നതാണ്. സാലിഹീങ്ങളുമായിട്ടുള്ള ബന്ധം നിലനിർത്തുക, സജ്ജനങ്ങൾ നല്ല മനുഷ്യന്മാരുമായിട്ടുള്ള ബന്ധം നിലനിർത്തുക നല്ല മരണത്തിന്റെ കാരണമാവും. അപ്പൊ അതുകൊണ്ട് നല്ല മരണം, അതിനെയാണ് ഹുസ്നുൽ ഖാത്തിമ എന്ന് പറയുന്നത്. നമ്മൾ എപ്പോഴും ആഗ്രഹിക്കുകയും അതിനുവേണ്ടി പരിശ്രമിക്കുകയും ഒക്കെ വേണ്ടതാണ്. നല്ല മരണവും ചീത്ത മരണവും തമ്മിലുള്ള വ്യത്യാസം, നല്ല മരണം എന്ന് പറഞ്ഞാൽ പറയാൻ പറ്റുന്ന തരത്തിലേക്ക് മരണമാകുന്നതിനെയാണ് നല്ല മരണം എന്ന് പറയുന്നത്. ചീത്ത മരണം എന്ന് പറഞ്ഞാൽ പറയാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് മരണമാകുന്നതിനെയാണ് ചീത്ത മരണം എന്ന് പറയാം. വാപ്പ മരിച്ചു, അല്ലാഹു നമ്മളൊക്കെ മരണപ്പെട്ട വാപ്പാർക്ക് സ്വർഗം നൽകട്ടെ, ഉമ്മാർക്കും സ്വർഗം നൽകട്ടെ. ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് ദീർഘായുസ്സും ആഫിയത്തും സിഹത്തും സലാമത്തും നൽകട്ടെ. വാപ്പ മരിച്ചിട്ട് ചെന്നപ്പോ ചോദിച്ചു, എന്തേ നിങ്ങളാ വാപ്പാക്ക് ദണ്ണം? അതിൽ പറഞ്ഞു കാര്യമായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. വാപ്പ വെള്ളിയാഴ്ച രാവിലെ മരിച്ചവർക്കൊക്കെ ഒരു യാസീൻ ഓതി ദ്വാരക്കൽ പതിവുണ്ട്. വെള്ളിയാഴ്ച രാവിലെ അദ്ദാദൊക്കെ കഴിഞ്ഞ് മരിച്ചവർക്ക് യാസീനൊക്കെ ഓതി ദ്വാരന്ന് ഇശാ വാങ്ങിക്കൊടുത്തപ്പോ ഇശാ നിസ്കരിച്ച് ഭക്ഷണം കഴിച്ച് മൂത്രമൊഴിച്ച് ഒതുണ്ടാക്കി കിടക്കാൻ പോയതിന്റെ ശേഷം കുട്ടികളെ എനിക്ക് നെഞ്ഞത്ത് കൂടി ഒരു വേദന ഉണ്ട് എന്ന് വരിയെന്ന് പറഞ്ഞു. ഞങ്ങൾ ചെന്നു, പാപ്പാനെങ്ങനെ വിയർത്തു, കട്ടിലമ്മക്ക് എടുത്തെടുത്തി സംസം വെള്ളം വേണമെന്ന് പറഞ്ഞപ്പോ വേഗം കൊണ്ടേ കൊടുത്ത് 3 മുറുക്കൺ കുടിച്ചു. ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉറക്കം 3 വട്ടം പറഞ്ഞിട്ട് പിന്നെ വാപ്പ ശ്വാസം ഇങ്ങനെ വലിച്ചു, പിന്നെ മുണ്ടിയിലാന്ന് പറയുമ്പോ പറയണത് വാപ്പ മരിച്ചു എന്നാണെങ്കിലും പറയണേനൊരു ചൊറുക്കുണ്ട്. അതിന്റെ പേരാണ് ഹുസ്നുൽ ഖാത്തിമ, നല്ല മരണം എന്ന് പറയുന്നത്. എന്റെ മൂപ്പർക്ക് ദണ്ണമെന്ന് ചോദിച്ചു. അതൊന്നും ഇപ്പൊ ഇനി മുണ്ടണ്ടെന്ന് പറഞ്ഞാൽ മനസ്സിലായി, പറയാൻ പറ്റാത്ത രൂപത്തിലാണ്. അതിനെയാണ് ചീത്ത മരണം എന്ന് പറയുന്നത്. അതുകൊണ്ട് നല്ല മരണത്തെ ആഗ്രഹിക്കണം. നല്ല മരണത്തിന് വേണ്ടി ഒരു മനുഷ്യന്റെ ജീവിതം ശരിയോ തെറ്റോ എന്ന് തീരുമാനിക്കുന്നതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം അയാൾ എങ്ങനെയാണ് മരിച്ചത് എന്നതാണ്. നമ്മളൊക്കെ സാലിഹ്യങ്ങളുടെ വഫാത്ത് പറയലുണ്ടല്ലോ. ഇപ്പൊ സംശുലമയുടെ വഫാത്ത് നമ്മളെല്ലാരും എപ്പോഴും പറയുന്നതാണ്. കണ്ണിയത്ത് ഉസ്താദിന്റെ വഫാത്ത് എപ്പോഴും പറയുന്നതാണ്. ദുആക്ക് ഇജാബത്തുള്ള 5 രാത്രിയുണ്ട്. ഒന്ന് വെള്ളിയാഴ്ച രാവ്, ചെറിയ പെരുന്നാളിന്റെ രാവ്, വലിയ പെരുന്നാളിന്റെ രാവ്, റജബ് 1 രാവ്, ശഅബാൻ 15 രാവ്. റജബ് 1 രാവും വെള്ളിയാഴ്ച രാവും ചേർന്ന് വന്ന ദിവസത്തിൽ സയ്യിദ് ഉമർ അലി ശിഹാബ് തങ്ങൾ വഫാത്തായി. അതിന്റെ സംഗതി നല്ല മരണം എന്ന് പറഞ്ഞാൽ ഈ രൂപത്തിലുണ്ടായിരിക്കും. മുമ്പ് നമ്മൾ ഈ വെങ്ങാട് അത്തിപ്പറ്റ അവിടെ ആദർശേരി മുഹമ്മദ് മുസ്ലിയാർ എന്ന് പറയുന്ന പഴയ കാലത്ത് ഒരു വാദനായ ആളുണ്ടായിരുന്നു. ഞാൻ കണ്ടിട്ടുണ്ട് ആളെ, വയത് കേട്ടിട്ടില്ല, ആളെ കണ്ടിട്ടുണ്ട്. അംസകുട്ടികളിലെ കാര്യങ്ങൾ ആദർശേരി മുഹമ്മദ് പഴയ കാലത്ത് നല്ല വയത് പറയും. മൂപ്പർക്ക് അക്കാലത്ത് ആൾക്കാർ ചിറ്റുമുറിയൻ എന്ന് പറഞ്ഞിരുന്നു. കാരണം മൂപ്പര് വയത് പറഞ്ഞാൽ പെണ്ണുങ്ങൾ എന്തായാലും ചുറ്റുമുറിച്ചുകൊണ്ട് കൊടുക്കും, ആയാതി വയതാണ്. അപ്പൊ ഇങ്ങനെ മൂപ്പരുടെ ഒരു പ്രത്യേക പരിപാടി എന്താ വെച്ചാൽ ഏതെങ്കിലും ഒരു നാട്ടിൽ ഇങ്ങനെ ചെല്ലും,
എന്നിട്ട് അവിടെ എവിടെ നിസ്കരിച്ചാൻ സ്ഥലമുള്ളതെന്ന് ചോദിക്കും. അപ്പോൾ പള്ളിയൊന്നും ഇല്ലെങ്കിൽ ആൾക്കാർ അവിടുത്തെ ഒരു തരക്കടില്ലാത്ത കൃഷിയും കാര്യമൊക്കെ ഉള്ള ഒരു മലയുടെ പെരയെ കൊണ്ടുപോകുമല്ലോ. അങ്ങനെ അവിടുന്ന് മുമ്പിൽ നിസ്കരിച്ചതിന്റെ ശേഷം പഠിക്കുമ്പോൾ പഠിച്ചിട്ടുണ്ട്, ഒത്ത ശരീരമാണ്, അധികം നീളമുള്ളവരോ കുറിയവരോ അല്ല. ഒരാൾ ഉറക്കത്തിൽ നബിനെ കണ്ടു സല്ലല്ലാഹു അലൈഹി വസല്ലം, നല്ല നീളമുണ്ട് എന്ന് പറഞ്ഞാൽ മനസ്സിലായി കണ്ടത് നബിനല്ല. കാരണം നബിതങ്ങൾ അങ്ങനെ നീളമുള്ള ആളാന്ന് പറയാൻ കഴിയൂല. എന്നാ പിന്നെ ഒരു നീളം കുറഞ്ഞ ആളാന്ന് പറയാൻ കഴിയുമോ? അതും കഴിയൂല. അതാണ് ഈ ഒത്ത ശരീരം എന്ന് പറഞ്ഞാല്. മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നല്ല കറുത്ത മുടിയുള്ള ആളായിരുന്നുവെങ്കിലും അങ്ങിങ്ങായി ഓരോന്ന് നരച്ചതുണ്ട്. എണ്ണ തേച്ച് വാർന്നിട്ടാൽ കറുത്ത മുടികൾക്കിടയിൽ വെളുത്ത മുടികൾ മറഞ്ഞു പോകലാണ് പതിവ്. അപ്പൊ അങ്ങനെ നല്ല മുടിയാണ്. അഭിമുഖ സംഭാഷണം നടത്തുമ്പോ മുടികൾക്കിടയിലൂടെ ചെവിയുടെ തിളക്കം കാണാറുണ്ടായിരുന്നു എന്നതാണ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചെവി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കണ്ണിന്റെ വെളുപ്പ് ശക്തമായ ആളും ആ വെളുപ്പിന്റെ മധ്യത്തിലുള്ള കൺമണിയുടെ കറുപ്പ് ശക്തമായ ആളുമാണ്. അപ്പൊ ഒരാൾ പറഞ്ഞു, ഞാൻ നബിനെ കണ്ടു, കണ്ണ് വെള്ളാരം കണ്ണാണ് എന്ന് പറഞ്ഞാൽ മനസ്സിലായി കണ്ടത് നബിനല്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇങ്ങനെ നബിതങ്ങളെ പിടിക്കണം സല്ലല്ലാഹു അലൈഹി വസല്ലം. പുണ്യ നബിയുടെ നടത്തം സമമിൻ, ഒരു ചെറിയ കുന്നിൽ നിന്ന് ഇറങ്ങി വരുന്നത് പോലെയുള്ള നടത്തമാണ്. ഒരു സദസ്സിൽ ചെന്നാൽ നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇരിക്കാറുണ്ടായിരുന്നത് ആ സദസ്സിലെ ഏറ്റവും ശ്രദ്ധേയമായ സ്ഥലത്താണ്. നമ്മൾ വെള്ളിയാഴ്ച ജുമാക്ക് എന്നാൽ വരെ വാതിലിന്റെ മുക്കിലായിരിക്കുക. ഇത് പറഞ്ഞാൽ അങ്ങനെ ഒരു ഉദ്ദേശം കൂടി ഉണ്ട്. ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തിയാലേ നമ്മൾ വലിയ മനുഷ്യന്മാരാവും. ഒരു സദസ്സിന് മുത്തനബി എന്നാൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാവരും നോക്കിയാൽ ഒറ്റടിക്ക് കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലത്തിരിക്കും. അപ്പൊ ഒരാൾ പറഞ്ഞു, ഞാൻ നബിനെ കണ്ടു, അതിന്റെ മുക്കിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ മനസ്സിലായി കണ്ടത് നബിനല്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇങ്ങനെ പുണ്യനബിയെ പഠിക്കണം സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി തങ്ങളുടെ സംസാരം കാന കലാമൻ ഫസ്ലൻ യഫ്ഹമുഹു കുല്ലു മൻ യസ്മഉ, കേൾക്കുന്ന എല്ലാവർക്കും മനസ്സിലാകുന്ന വിട്ടുപിരിഞ്ഞ സംസാരമായിരുന്നു. എല്ലാ കേൾക്കുന്ന ആൾക്കാർക്കും മനസ്സിലാവുന്ന വിട്ടുപിരിഞ്ഞ സംസാരം, ആര് കേട്ടാലും മനസ്സിലാവും. ഇങ്ങനെ രണ്ടാമത്തെ കാര്യം അതാണ്. മൂന്നാമത്തെ കാര്യം, സജ്ജനങ്ങളായ സ്വാലിഹീങ്ങളായ ആളുകളുടെ അർവാഹുകൾ, നല്ല മനുഷ്യന്മാരുടെ അർവാഹുകൾ, അതുപോലെ സ്വാലിഹീങ്ങളായ ജിന്നുകൾ തുടങ്ങി എല്ലാവരും രാത്രിയിൽ മദീനയിലേക്ക് സഞ്ചരിക്കും. ഈ അർവാഹുകളുടെ കൂടെയുള്ള റൂഹിന്റെ സഞ്ചാരമാണ് യഥാർത്ഥത്തിൽ സ്വപ്നം എന്ന് പറയുന്നത്. സജ്ജനങ്ങളായ സ്വാലിഹീങ്ങളായ ആളുകളുടെ അർവാഹുകൾ, സ്വാലിഹീങ്ങളായ ജിന്നുകളൊക്കെ രാത്രി മദീനത്ത് പോകും. മദീനയാണ് ഏറ്റവും പ്രധാനപ്പെട്ട അഭയ കേന്ദ്രം എന്ന് പറയുന്നത്. അഫ്ളലു തുർബത്തുൽ അർളി തുർബത്തുൽ മദീന, ഭൂമിയിലെ മണ്ണുകളിൽ ഏറ്റവും അഫ്ളലായത് മദീനത്തെ മണ്ണാണ്. ഈ യാത്ര രാത്രി പകുതിയാകുന്നതിന്റെ മുമ്പാണ് ഉണ്ടായിരിക്കുക. അവരുടെ കൂടെ യാത്ര ചെയ്യണമെങ്കിൽ രാത്രി പകുതിയാകുന്നതിന്റെ മുമ്പ് ഉറങ്ങണമെന്നതാണ് മൂന്നാമത്തെ നിബന്ധന. നാലാമത്തത് സ്വലാത്തിന് അധികരിപ്പിക്കുക എന്നതാണ്. ഏത് സ്വലാത്തും പറ്റും, അതിനായിട്ട് മഹത്തുക്കളായ ആളുകൾ നിർദ്ദേശിച്ച പ്രത്യേക സ്വലാത്തുണ്ട്, അതും പറ്റും. ഇനി ഷാ വലിയുള്ളാഹി ദഹ്ലവി പറഞ്ഞിട്ടുണ്ട്, പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉറക്കത്തിൽ കാണണമെന്ന് ആഗ്രഹിച്ച് ചെറുതാവൊന്നും വേണ്ട, ഉണർച്ചയെ തന്നെ കാണുന്നു. ഉറക്കത്തിൽ നോക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഉണർച്ചയിൽ തന്നെ കാണുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഷാ വലിയുള്ളാഹി ദഹ്ലവിയുടെ ആ ഗ്രന്ഥത്തെ സമദാനി സാഹിബ് മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അതിൽ അദ്ദേഹം പറയുന്നുണ്ട്, കാണുന്ന മാത്രല്ല ഞാൻ കണ്ടിട്ടുണ്ട് എന്നുകൂടെ പറഞ്ഞു വെക്കുന്നു. അപ്പൊ അതുകൊണ്ട് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് പഠിക്കുകയും അറിയുകയും വേണം. ഈമാന്റെ അസ്ലാണ്. അത് എത്രത്തോളം ഉണ്ടോ അതിനനുസരിച്ച് ഈമാൻ ഉണ്ടാവും.
റമദാൻ മാസമായാലും നമ്മള് എന്താ പറയും, അവ്വലുഹു റഹ്മത്തുൻ ഔസതുഹു മഗ്ഫിറത്തുൻ ആഖിറുഹു ഇത്ഖും മിനന്നാർ. അവ്വലുഹു റഹ്മത്തുൻ, റമദാന്റെ ആദ്യത്തെ 10 റഹ്മത്തിന്റെ 10ആണ്. ഔസതുഹു മഗ്ഫിറത്തുൻ, നടുവിലെ 10 മഗ്ഫിറത്തിൻ്റെതാണ്. ആഖിറുഹു ഇത്ഖും മിനന്നാർ, അവസാനത്തെ 10 ഇത്ഖും മിനന്നാറാണ്. എന്താ റഹ്മത്ത്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ. റഹ്മത്തിന്റെ അസ്ലി, റഹ്മത്തിന്റെ മനുഷ്യരൂപമാണ് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. മഗ്ഫിറത്തോ അതിന്റെ കിടങ്ങൾ തന്നെ സല്ലല്ലാഹു അലൈഹി വസല്ലം. ലോകത്തെ ഏതെങ്കിലും ഒരു മനുഷ്യന് ഞാൻ പുറത്തു കൊടുക്കൂല എന്ന് അല്ലാഹു തആല ഓപ്പണായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ നബിനെ അടങ്ങാറാക്കിയ ആൾക്ക് മാത്രമേ ഉള്ളൂ. അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ് ഇബ്നു സുലൂൽ എന്ന പേരായ ഒരാളുടെ, അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ് ഇബ്നു സുലൂൽ ഒരു യുദ്ധത്തിന് വേണ്ടി പോയി മടങ്ങി വരുന്ന സമയത്ത് ആയിഷ ബിബി റളിയല്ലാഹു അൻഹ മലമൂത്ര വിസർജനത്തിന് വേണ്ടി ദൂരെ പോയി മടങ്ങി വന്നപ്പോൾ യുദ്ധസംഘം പോയിരുന്നു. ഒട്ടകക്കട്ടിലിൽ ആയിഷ ബീവി ഉണ്ടാകുമെന്നാണ് അവർ കരുതിയിരുന്നത്. സത്യത്തിൽ ഉണ്ടായിരുന്നില്ല. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പിന്നണി വരുന്നതും പ്രതീക്ഷിച്ച് മണലിൽ ഇരുന്നു. സഫ്വാൻ റളിയല്ലാഹു അൻഹു ആണ് പിന്നണിയിൽ ഉണ്ടായിരുന്നത്. മഹാനവറുകൾ വന്നു, ആയിഷ ബീവിയെ കണ്ടു, ഒട്ടകത്തെ മുട്ടികുത്തിച്ചു, ഒട്ടകക്കട്ടിൽ കയറ്റി. ഒട്ടകക്കട്ടിലുമ രണ്ടാൾക്ക് കയറാൻ പറ്റുമെങ്കിലും മര്യാദ പരിഗണിച്ചിട്ട് അതിൽ കയറാതെ ഒട്ടകത്തിന്റെ കയറ് പിടിച്ച് സഫ്വാൻ റളിയല്ലാഹു അൻഹു നടന്നു. ഇതിനെ കുറിച്ച് മുനാഫിക്കുകൾ വേണ്ടാത്തത് പറഞ്ഞുണ്ടാക്കി. ഔദ്യോഗിക മുനാഫിക്കുകൾ എന്ന് പറയാൻ പറ്റൂല, എന്നാ മുനാഫിക്കുകളാണ് പറഞ്ഞുണ്ടാക്കി. വേണ്ടാത്ത പുരാതി ആരോപണം പറഞ്ഞുണ്ടാക്കി. എന്താ സംഭവിച്ചത് എന്നറിയാതെ നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ജിബ്രീൽ അലൈഹിസ്സലാം വരുന്നതും പ്രതീക്ഷിച്ചു നിന്നു. ജിബ്രീൽ അലൈഹിസ്സലാം വന്നില്ല. നബിതങ്ങൾ വീട്ടിലേക്ക് പോകാതെയായി. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, എനിക്കൊരു വളർത്തു പൂച്ചയുണ്ടായിരുന്നു. ഞാനൊരു പൂച്ചനെ വളർത്തിയിരുന്നു. ആ പൂച്ചക്ക് ഞാൻ തന്നെ ഭക്ഷണം ആരോപണം പറഞ്ഞുണ്ടാക്കി. എന്താ സംഭവിച്ചത് എന്നറിയാതെ നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ജിബ്രീൽ അലൈഹിസ്സലാം വരുന്നതും പ്രതീക്ഷിച്ചു നിന്നു. ജിബ്രീൽ അലൈഹിസ്സലാം വന്നില്ല. നബിതങ്ങൾ വീട്ടിലേക്ക് പോകാതെയായി. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, എനിക്കൊരു വളർത്തു പൂച്ചയുണ്ടായിരുന്നു. ഞാനൊരു പൂച്ചനെ വളർത്തിയിരുന്നു. ആ പൂച്ചക്ക് ഞാൻ തന്നെ ഭക്ഷണം കൊടുക്കുകയും വെള്ളം കൊടുക്കുകയും. പുന്നാര നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിൽ വരാത്ത ചില സന്ദർഭങ്ങളിൽ എന്റെ പൂച്ച എന്നോടൊപ്പം കട്ടിൽ കിടക്കുകയും ചെയ്യൽ പതിവുണ്ടായിരുന്നു. അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിൽ വരാതിരുന്ന അത്രയും ദിവസം എന്റെ വളർത്തു പൂച്ച എന്റെ അടുക്കൽ വന്നില്ല.